2026 മെയ് 10 ഇന്ന് തമിഴ്നാടിൻ്റെ 13ാമത് മുഖ്യമന്ത്രിയായി ജോസഫ് വിജയ് ചന്ദ്രശേഖർ എന്ന വിജയ് അധികാരത്തിലെത്തിയിരിക്കുകയാണ്. 2024 ഫെബ്രുവരി 2 വിജയ് തന്റെ രാഷ്ട്രീയ പ്രവേശനം പ്രഖ്യാപിക്കുമ്പോൾ അന്ന് വരെ തമിഴ്നാട്ടിൽ നിലനിന്നിരുന്ന രണ്ട് മേജർ കക്ഷികളായ DMK-ക്കും AADMK-ക്കും എതിരെയായിരുന്നു വിജയുടെ രാഷ്ട്രീയ പ്രവേശനം. അതിനുശേഷം ഇന്ന് 2026 എത്തുമ്പോൾ TVK തമിഴ്നാട്ടിലെ ഏറ്റവും വലിയ ഒറ്റകക്ഷിയാവുകയും ഇന്ന് വിജയ് മുഖ്യമന്ത്രിയായി അധികാരത്തിലെത്തിയിരിക്കുകയും ചെയ്തിരിക്കുകയാണ്. 1977 MGR-ന് ശേഷം മറ്റൊരു സിനിമാ താരം തമിഴ്നാടിന്റെ മുഖ്യമന്ത്രിയായി വരുന്നത് ആദ്യമായിട്ടാണ്. ഒരുപക്ഷെ MGR-നൊപ്പം അല്ലെങ്കിൽ അതിനേക്കാളും വലിയ ക്രൗഡ് പുള്ളിംഗ് ഈ ഒരു അവസരത്തിൽ വിജയ്ക്ക് ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട് എന്ന് പറയുന്നത് തെറ്റില്ല. കാരണം MGR-ന് ശേഷം രാഷ്ട്രീയത്തിലേക്ക് വന്ന പല സിനിമാക്കാരും രാഷ്ട്രീയത്തിൽ തോറ്റുപോകുന്നതും അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രവേശനം ഉപേക്ഷിച്ച് ഓടിപ്പോകുന്നതും നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയത്തിൽ മുൻപരിചയമില്ലാത്ത വിജയെപ്പോലൊരു വ്യക്തി അധികാരത്തിലെത്തിയാൽ എന്താണ് ചെയ്യാൻ പോകുന്നതെന്നുള്ളൊരു ആകാംക്ഷ തമിഴ്നാട്ടിൽ മാത്രമല്ല ഇന്ത്യ മൊത്തത്തിലുണ്ടായിരുന്നു. അതിനുള്ളൊരു മറുപടിയായിട്ടാണ് അധികാരത്തിലേറിയ ആദ്യ ദിവസം തന്നെ ഈ 3 ബില്ലുകൾ വിജയ് സൈൻ ചെയ്തിരിക്കുന്നത്. ഇതിൽ ആദ്യത്തെ ബില്ല് ഇലക്ട്രിസിറ്റിയെ സംബന്ധിക്കുന്നതാണ്. തമിഴ്നാട്ടിലെ സാധാരണക്കാർക്ക്, അതായത് 500 യൂണിറ്റിൽ താഴെ മാത്രം വൈദ്യുതി ഉപയോഗമുള്ള സാധാരണക്കാർക്ക് 2 മാസത്തിലൊരിക്കൽ 200 യൂണിറ്റ് വൈദ്യുതി ഫ്രീ ആയി നൽകുക. രണ്ടാമത്തെ ബില്ല് സ്ത്രീ സുരക്ഷയെ സംബന്ധിച്ചുള്ളതാണ്. തമിഴ്നാട്ടിൽ വർദ്ധിച്ചു വരുന്ന സ്ത്രീകൾക്കെതിരായുള്ള ആക്രമണത്തിനെതിരെ പോലീസിൻ്റെ ഒരു സ്പെഷ്യൽ വിങ് രൂപീകരിക്കാനും അതിന് സിംഗപ്പെണ്ണ് സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് എന്ന പേര് കൊടുക്കാനും ഈ ബിൽ പ്രകാരം തീരുമാനിച്ചിട്ടുണ്ട്. ഇനി മൂന്നാമത്തേത്, തമിഴ്നാട്ടിൽ വർദ്ധിച്ചു വരുന്ന ഡ്രഗ്സ് ഉപയോഗത്തിനെതിരെ ഒരു സ്പെഷ്യൽ ഫോഴ്സിനെ ഫോം ചെയ്യുകയും അതുവഴി തമിഴ്നാടിനെ ലഹരി വിമുക്തമാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നതാണ് മൂന്നാമതായി ഒപ്പിട്ട ബില്ല്. ഈ 3 ബില്ലുകളും തമിഴ്നാട്ടിലെ സാധാരണക്കാരൻ്റെ ജീവനും സുരക്ഷയ്ക്കും ഒരുപാട് പ്രാധാന്യം കൊടുക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ വിജയുടെ മുന്നോട്ടുള്ള ഭരണം എന്തായിരിക്കുമെന്നും ഇനിയും എന്തൊക്കെ രാഷ്ട്രീയ തീരുമാനങ്ങളാണ് നടപ്പാക്കാൻ ശ്രമിക്കുന്നതെന്ന് നമുക്ക് കാത്തിരിക്കാം. അവിടെ അവർ ഗവൺമെന്റിനെ കൺവിൻസ് ചെയ്തു, ഇലക്ഷനും കഴിഞ്ഞു, സത്യപ്രതിജ്ഞയും കഴിഞ്ഞു. ഇവിടെ വൻ ഭൂരിപക്ഷത്തിൽ ജയിച്ചിട്ടും നമുക്കിതുവരെ ഒരു മുഖ്യമന്ത്രി ഉണ്ടായിട്ടില്ല. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.